സോ നമുക്ക് ലാപ്പിൽ തന്നെ ആദ്യം നോക്കാം കേട്ടോ. ലാപ്പിൽ നമ്മളൊരു ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും പലർക്കും അല്ലെ, ഇങ്ങനെയാണ് ലിങ്ക് ഇടുന്നതെന്നൊക്കെ അറിയണ്ടാവും. പക്ഷെ അറിയുന്നവർ ക്ഷമിക്കുക, നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, പ്രോബ്ലം. ഓക്കെ, നമുക്ക് ക്രോമിൽ പോവാം. നമുക്ക് ഗൂഗിൾ മീറ്റിനെ കിട്ടാൻ നമുക്ക് ക്രോമിൽ പോവാം. ഇവിടെ ക്രോമിൽ പോവാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ക്രോമിൽ പോയിട്ട് google-meet.com meet.google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ, meet.google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് എടുക്കാം, കിട്ടും. ദെൻ അതില് നമുക്ക് ന്യൂ മീറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ മൊബൈൽ ലാപ്പിലാണെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ് എ മീറ്റിംഗ് ഫോർ ലേറ്റർ ഉണ്ട്, സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റന്റ് മീറ്റിംഗ് ഉണ്ട്, ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കാലണ്ടർ എന്നുണ്ട്. അതായത് നമുക്ക് പിന്നീട് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കൊരു ഡേറ്റ് ടൈം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ ഡേറ്റ് ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഒരു റിമൈൻഡർ ഒക്കെ ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് തരാം. റിമൈൻഡർ ഒക്കെ 30 മിനിറ്റ്സും ബിഫോർ അല്ലെങ്കിൽ എത്ര ടൈം ബിഫോർ നമുക്കിത് വേണം, നമ്മളിന്ന് റിമൈൻഡ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവിടെ നമുക്ക് ആ ഒരു ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതിലപ്പോ ഞാൻ ചെയ്ത് ഏത് ഡേല ചെയ്തത് കണ്ടില്ല, ഇതാ കിടക്കുന്നു. ഓക്കെ, ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻവൈറ്റ് വിയ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ലിങ്ക് നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വാട്സപ്പിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. എങ്ങനെ പേസ്റ്റ് ചെയ്യാന്ന് നമ്മൾ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് മെസ്സേജ് എന്നുള്ളടത്ത് അമർത്തി ടച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫോണിൽ ലാപ്പിലാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അല്ലെങ്കിൽ Ctrl+V എന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ആവും. അത് ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ അത് എവിടെയാ, അയ്യോ ആർക്കാ പോണേ, അത് ഗ്രൂപ്പ് മാറി, സോറി. അപ്പൊ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൾറെഡി നമുക്കൊരു മീറ്റ് വേറൊരു ഡേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം നമുക്ക്. അല്ലേ, രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് ആണ്. നമുക്ക് ഇപ്പൊ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ക്രിയേറ്റ് എ മീറ്റിംഗ് ഫോർ ലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റിന്റെ ലിങ്ക് മാത്രം വരും, ലിങ്ക് മാത്രം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് കൊടുത്തു. സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റന്റ് മീറ്റിംഗ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട്, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഞാൻ ഓഡിബിൾ അല്ലേ? യെസ് മാം. ഓക്കെ, സെറ്റ്, താങ്ക് യു. അപ്പോ ഇവിടുന്ന് കോപ്പി ചെയ്യാം കേട്ടോ. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് കോപ്പി ചെയ്യുക. നമ്മൾ വാട്സപ്പിലോ എവിടെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ആ ഗ്രൂപ്പിൽ നമ്മളവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക, നേരത്തെ കാണിച്ച പോലെ തന്നെ. അതില് വീണ്ടും ഞാൻ കാണിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് 2 ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ റിയാക്ഷൻസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് മുൻപ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷെയർ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഷെയർ സ്ക്രീന്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം,
സ്ക്രീൻ ഷെയർ ചെയ്യാം. അത് ലാപ്പിലാണെങ്കിൽ എന്താ വ്യത്യാസം? ക്രോം ടാബ് മാത്രം കാണിക്കണോ, അല്ലെങ്കിൽ വിൻഡോ നമ്മുടെ വിൻഡോ കാണിക്കണോ, എൻ്റയർ സ്ക്രീന് മൊത്തത്തിൽ നമുക്കത് കാണിക്കണോ, സ്ക്രീൻ മൊത്തം കാണിക്കണോ എന്നൊക്കെ നമുക്കുള്ള 3 ഓപ്ഷൻസ് ഒക്കെ വരും. പക്ഷെ നമ്മുടെ ഫോണിലാണെങ്കിൽ ഷെയർ സ്ക്രീനിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ സ്ക്രീന് നമ്മുടെ പ്രസന്റ് ആവും, നമ്മുടെ മൊത്തം സ്ക്രീനും മൊബൈലിലാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് ആവും. ഓക്കെ, ഇവിടെ നമുക്ക് റിയാക്ഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്തത് CC എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇവിടെ എഴുതി കാണിക്കണം. ഇതിപ്പോ ഓൾറെഡി എന്റെ മൈക്ക് ഇവിടെ എനേബിൾ അല്ല, അപ്പൊ ഞാൻ ഓൾറെഡി സൂമിൽ എന്റെ മൈക്ക് കിടക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഇത് ഓൺ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് എന്താണോ അത് ഇവിടെ എങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, അതിപ്പോ ഓൾറെഡി കിടക്കുന്നത് നോക്ക്, ലാംഗ്വേജ് കിടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ഞാൻ CC യോടെ ഓൺ ആക്കിയപ്പോൾ ഓൾറെഡി ഇവിടെ ലാംഗ്വേജ് വന്നു. അവിടെ നമുക്ക് പോയിട്ട് ഞാനിപ്പോ സംസാരിക്കുന്നത് മലയാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ എന്ത് എടുക്കേണ്ടി വരും, സെലക്ട് ചെയ്യണം. ഓക്കെ, മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ സംസാരിക്കുന്നത് എന്തോ അതിവിടെ എഴുതി കാണിക്കും. അതാണ് ക്യാപ്ഷനുണ്ട് ഓപ്ഷൻ കേട്ടോ, CC എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ദെൻ റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെ. ദെൻ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്ഷൻസാ വരുന്നത്? എക്സ്ക്യൂസ് മീ, 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്ജസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ കാണുന്നത് ഇങ്ങനെ കാണണം, ഇങ്ങനെ കാണണം, ഇങ്ങനെ കാണണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസിനെ കാണുന്നത് ചെറിയ കളികളിൽ വലിയ കളികളിൽ ഇങ്ങനെ ആയിട്ട് കാണണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഫുൾ സ്ക്രീൻ എടുക്കണോ, ഓപ്പൺ പിക്ചർ ഇൻ പിക്ചർ, അത് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റ് നമ്മൾ എന്തൊക്കെയും പോകുന്ന സമയത്തൊക്കെ വളരെ വൈബോർഡ് എടുക്കുന്ന സമയത്തൊക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മളെ എന്ത് ചെയ്യും, ഇതുപോലൊരു വേറൊരു കുഞ്ഞു ടാബിൽ നമ്മളെ എങ്ങനെ കാണിക്കും, നമ്മുടെ സ്റ്റുഡൻസിനെ കാണും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെ എവിടെയാന്നുള്ളത് നമുക്ക് കാണില്ല. നമ്മൾ ഇതുപോലെ പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടാബിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനുള്ള ഒരു ഓപ്ഷൻ ആണ് പിക്ചർ ഇൻ പിക്ചർ. ഇതൊക്കെ ലാപ്പിലേ ഉള്ളൂ കേട്ടോ, ഇത് ഫോണിൽ ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ലാപ്പ് പല എട്ടെക് കമ്പനീസുകളും പറയും ലാപ്പ് ഉണ്ടെങ്കിൽ മാത്രം പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയും. നിങ്ങൾക്ക് അത് പക്ഷെ ഫോണിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം അല്ലെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മള് സ്റ്റുഡൻസിനെ പിന്നെ നമുക്ക് കാണില്ല, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് കാണില്ല. ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ ക്ലാസ്സിന്റെ ആ ഒരു ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറിയ സ്ക്രീനിലായിരിക്കും നമ്മുടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഒരു വരിക. അപ്പോൾ അത് കുറച്ചും കൂടെ പോർട്രേറ്റിൽ ലാൻഡ്സ്കേപ്പിലൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് മാക്സിമം ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയാ, മാക്സിമം നമുക്ക് നന്നായിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് പോർട്രേറ്റിൽ വെക്കുന്നത് ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലേ, ലാൻഡ്സ്കേപ്പിലൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് അവരുടെ അതേ വരക്കുന്ന എന്റെ സ്ക്രീനിൽ. ഇപ്പൊ ഇതേപോലെ കുട്ടികളും എടുത്ത് വരയ്ക്കും. അപ്പൊ എന്ത് നമ്മൾ ചെയ്യണമെന്ന് അറിയോ? ഇത് കാണിച്ചത് നന്നായിട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് മായ്ച്ചു കളയാം. ഇതിപ്പോ നമുക്ക് കുട്ടികൾ വരയ്ക്കുമ്പോ ഇത് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അതായത് ഇത് എവിടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലാണ്, നമ്മുടെ സൂമിൽ നമ്മളിങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ടൂൾ ബാർ വരും. ഈ ടൂൾ ബാറിൽ മോറിൽ പോയി കഴിഞ്ഞാല് ഡിസേബിൾ അനോട്ടേഷൻ ഫോർ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോ ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല, ഇനി എനിക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ ഒരു സുജാർ മോഹന്റെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, യൂട്യൂബിലൊക്കെ കാണുന്ന. അപ്പൊ ഒരു ലൈഫ് കോച്ചാണ് അവര്. അപ്പൊ അവരുടെ ക്ലാസ്സിൽ ഇതുപോലെ ഒരു 500 എബോ ആളുകളൊക്കെ ഉള്ള ടൈമിലാണ് ഇതുപോലെ ഇങ്ങനെ ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കും, അറിയാത്ത ആളുകളായിരിക്കും. അപ്പൊ സുജ മാമിന് പറ്റുന്നില്ല, മാം ഇങ്ങനെ പറയേണ്ടത്, ഇങ്ങനെ മാമിന് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വരയ്ക്കല്ലേ, ഇതെങ്ങനെ ഓഫ് ആക്കാതെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയുക, എനിക്കാണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് ഒന്നും കാണാനും ഇല്ല എന്നൊക്കെ പറയണ്ടായി. അപ്പൊ ഞാൻ മാമിന് ഇതേപോലെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇടണ്ടായി, ഷെയർ ചെയ്യണ്ടായി. അതെനിക്കൊരു ഇത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത്രയും എന്താ പറയാ, ഒരു മന്ത്ലി ലക്ഷങ്ങൾ കോടികൾ വരുമാനമുള്ളൊരു മാമാണ് കേട്ടോ അവര്. അത്രയും അധികം ക്ലാസ്സുകളാണ് അവർ, അത്രയും സ്റ്റുഡൻസ് ആണ് അവർക്കുള്ളത്, അത്രയും പേയ്മെന്റ് ആണ് അവരുടെ ഓരോ കോഴ്സിനും വരുന്നത്. അപ്പൊ നമുക്ക് അറിയാം അതിലുള്ള പലരും ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ ഇപ്പൊ മാം വരച്ചത് കൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ആ സൂമിലുള്ള ഒരു ഓപ്ഷൻ ആണ് അത് അനോട്ടേറ്റ് ചെയ്യാനുള്ളതും അത് ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പൊ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, എന്റെ സ്ക്രീനിൽ നിങ്ങൾക്കും വരയ്ക്കാം. ഓക്കെ,
അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഈ ക്ലാസ് ഇതുപോലെ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ കാണിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൂളുകളൊക്കെ. ഓക്കെ, ഇങ്ങനെ. അപ്പൊ എനിവേ അതെന്താണ് നമ്മൾ സൂമിന്റെ ക്ലാസ് വരുമ്പോ പഠിക്കാം കേട്ടോ. സൂമിന്റെ ക്ലാസ് വരുമ്പോ അത് പഠിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് എന്തിലില്ല, ഗൂഗിൾ മീറ്റിലില്ല. അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് ഒരുപാട് കുറവാണ് ഗൂഗിൾ മീറ്റിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ഗൂഗിൾ മീറ്റിൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ എടുക്കാം. 100 പേരെ വരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫ്രീ സെഷനിൽ. ഓക്കെ, 100 പേരെ വരെ അഡ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തും ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എന്താണ് പറയുക, നമുക്ക് എത്ര വേണമെങ്കിൽ ക്ലാസ് എടുക്കാം, ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് 3 ഡോട്ടിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എഫക്ട്സ് ഒക്കെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാം ആളുകളെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ മീറ്റിംഗ് ടൂൾസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൈമർ ഒക്കെ വെക്കാൻ, സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, അവിടെ ടൈമർ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത്ര ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ അത് തീർക്കണം. നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കാണാം അവിടെ ടൈമർ വന്നിട്ടുള്ളത്. അങ്ങനെ ടൈമർ ഒക്കെ സെറ്റ് ചെയ്തൊക്കെ, ഇത് മൊബൈലിൽ ഓപ്ഷൻ ഇല്ല, ലാപ്പിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അങ്ങനെ മൊബൈലും ലാപ്പും യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഇതിന്റെ കൂടെ തന്നെ പറയുന്നത്. ഓക്കെ, ദെൻ ഹോസ്റ്റ് കൺട്രോൾ ഉണ്ട് ഇവിടെ. ഹോസ്റ്റ് കൺട്രോളിൽ ഇവിടെ ഉള്ള ഓപ്ഷൻസ് അത്രയും തന്നെ നമുക്ക് ഫോണിൽ കിട്ടില്ല എങ്കിലും ഇതേപോലത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇതും നമ്മുടെ ഹോസ്റ്റ് കൺട്രോൾ നമ്മുടെ അത് മൊബൈലിൽ വരുന്നത് 3 ഡോട്ടിലാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. 3 ഡോട്ടിലാണ് നിങ്ങളുടെ ഹോസ്റ്റ് ടൂള് മൊബൈലിൽ വരിക. ഓക്കെ, മോർ ഓപ്ഷൻ എന്നുള്ളതിലാണ് നിങ്ങളുടെ ഹോസ്റ്റ് ടൂള് മൊബൈലിൽ വരിക. ലാപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റ് ടൂള് വേറെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഈ ഹോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മറ്റുള്ളവര് സ്ക്രീൻ ഷെയർ ചെയ്യണോ ചെയ്യണ്ട എങ്കിൽ നമ്മളത് ഓഫ് ചെയ്തിടാം. അവര് റിയാക്ഷൻസ് അയക്കണോ അയച്ചോട്ടെ എന്നാണെങ്കിൽ ഇങ്ങനെ ഇട്ടോ, അയക്കണ്ട എന്നാണെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, ദെൻ ടേൺ ഓൺ ദെയർ മൈക്രോഫോൺ. അവരുടെ മൈക്രോഫോൺ ഓൺ ചെയ്യണോ വേണ്ടേ, നമ്മൾ ഓഫ് ചെയ്ത് വെക്കണോ, അവരെ ഓഫ് ചെയ്ത് വെക്കാം. ഇത് മൊബൈലിൽ പറ്റണില്ല, ലാപ്പിൽ പറ്റുന്നുണ്ട്. അതായത് മൊത്തത്തിൽ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കാൻ. ലാപ്പിൽ നമുക്ക് എന്ത് പറ്റും, ഓരോരുത്തരെയും നമുക്ക് പോയിട്ട് ഇങ്ങനെ മ്യൂട്ട് ചെയ്തിടാം. എന്നിട്ട് പക്ഷെ അവരത് ഓൺ ആക്കുമ്പോൾ അത് ഓൺ ആവുകയും ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ടേൺ ഓൺ ഡെയർ മൈക്രോഫോൺ. അവർക്ക് മൈക്രോഫോൺ ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ അലോ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവരുടെ വീഡിയോ ഓൺ ചെയ്യണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാം. പാർട്ടിസിപ്പൻസ് മെസ്സേജ് ചെയ്യണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാം. ഹോസ്റ്റ് ആദ്യം ജോയിൻ ചെയ്യണോ, ഹോസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഇങ്ങനെ അവർക്കും ജോയിൻ ചെയ്തിരിക്കാം, അങ്ങനെ വേണോ. അതല്ലെങ്കിൽ മീറ്റിംഗ് ഓപ്പൺ ആക്കണോ ട്രസ്റ്റഡ് ആക്കണോ. അതായത് മീറ്റിംഗ് എല്ലാവർക്കും ആക്സസ് കൊടുക്കണം. ഇപ്പൊ നിങ്ങളിന്ന് എല്ലാവരും കയറി വരിക ചെയ്ത്, ഞാൻ ആരെയും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ സൂമിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ആക്കിയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂമിലെ ഓപ്ഷൻ അനുസരിച്ചിട്ട് അത് എനേബിൾ വെയിറ്റിംഗ് റൂം ആണ്, ഡിസേബിൾ വെയിറ്റിംഗ് റൂം ആണ്. അപ്പൊ ഞാൻ വെയിറ്റിംഗ് റൂം എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സൂമിലോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അഡ്മിറ്റ് ചെയ്യുന്നവരെ മാത്രം, ഇല്ലെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്താണ് ട്രസ്റ്റഡ് ആണ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവര് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ചോദിക്കും അഡ്മിറ്റ് ഡെനി. അതിൽ നമ്മൾ അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് വരിക. ഇനി അതല്ല നമ്മൾ വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അഡ്മിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ എന്താണ് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക, എല്ലാവരും ജോയിൻ ചെയ്തോളും. ഓക്കെ, പിന്നെ മറ്റുള്ളവരെ ആഡ് ഓൺ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് വേറെ പുറത്തുനിന്നുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ വരുന്ന ഓപ്ഷൻസ്. നിങ്ങൾ ഫോണിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇതിലുള്ള അത്രയും ഓപ്ഷൻസ് ഉണ്ടാവില്ല, ചില ഓപ്ഷൻസുകളിലൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പ് ചെയ്തേ. ഇവിടെ കേട്ടിരിക്കുന്നവരൊന്ന് തംസപ്പ് ചെയ്തേ. ബുഷേറ, നിംഷ, സൽമത്ത് മിസ്, സപ്പിയ മിസ്, ഷീന മിസ്, ഫാത്തിമ മിസ്, ഒരുപാട് വരുന്നുണ്ടല്ലോ. ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ക്ലാസ് ഇപ്പോഴത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് എന്തായി